പെയിൻ എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയൊരു ഭീകര ജീവി തന്നെയാണ്. സംഭവം എന്ന് വെച്ചാൽ ഈ മുടി കൊഴിച്ചിൽ താരനൊക്കെ വരുമ്പോ നമ്മൾ പുറത്ത് പറയും അല്ലേ, അതെ എന്റെ മുടി കൊഴിയുന്നുണ്ട് താരനുണ്ടെന്നൊക്കെ. പക്ഷെ എന്റെ തലയിൽ പെയിൻ ഉണ്ട് എന്നാരെങ്കിലും പറയുമോ? പറയാൻ ഒരു നാണക്കേടാണ്. കാരണം എന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആ വ്യക്തി അതിനെ എങ്ങനെ എടുക്കുമെന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. കൂടെ പിടിച്ചിരുത്തത്ത് പോലും ഇല്ല. അത് അങ്ങനത്തെ ഒരുപാട് സിറ്റുവേഷൻ ഉണ്ട്. ഇരുത്തത്തില്ല, കൂടെ കൂട്ടത്തില്ല, പിന്നെ ഒരു അകൽച്ച, ഒരു വെറുപ്പായിരിക്കും നോക്കുന്നത് തന്നെ. അത്തരത്തിലുള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അവരുടെ വിഷമം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണിന്ന് വെള്ളം വരും. മൈന ഇപ്പം ചെയ്യുന്ന ജോലി എന്തൊക്കെയാ? എനിക്കിപ്പോ സ്വന്തമായിട്ടൊരു പാർലറുണ്ട്. അപ്പോൾ അവിടെ പാർലർ എന്ന് വെച്ചാൽ എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ അവിടെ സ്പെഷ്യലായിട്ട് നമ്മളിപ്പം പെയിനിന്റെയും നിറ്റ്സിന്റെ ഒക്കെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്കിന്നും ഹെയറും ഫുൾ എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പാർലർ ഒരുപാടുണ്ടെങ്കിലും മൈനയുടെ പാർലറിനെ മറ്റു പാർലറിനേക്കാൾ മാറ്റി നിർത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പം എല്ലാ പാർലറിൽ പോകുമ്പോൾ മുടി കളർ ചെയ്യാം, അല്ലെങ്കിൽ ഫേസ് ബ്യൂട്ടി ആക്കാം. പക്ഷേ തികച്ചു വ്യത്യസ്തമായിട്ടും എത്ര പെയിൻ ഉണ്ടെങ്കിലും അതിനെ നീക്കം ചെയ്യും. ആ അങ്ങനൊരു ഐഡിയ വന്നത് എങ്ങനെയാ? ഐഡിയ വന്നതെന്ന് വെച്ചാല്, ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു. ഈ സ്ഥാപനത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു പ്രഗ്നന്റ് ലേഡി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു 7 മാസം പ്രഗ്നന്റ് ലേഡി ആയിരുന്നു. അപ്പൊ അവര് ഇതിനെ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടായിരുന്നു. പെയിനും ഈരും കൊണ്ട്. അതായത് പ്രഗ്നന്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഒന്നിനും പറ്റാത്തൊരു കിടക്കുന്ന ഒരു സ്റ്റേജ് ആയിരുന്നു അവർക്ക്. അപ്പൊ അവരത് ക്ലിയർ ആക്കി തരുമോന്ന് വെച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അന്നത്തെ ദിവസം ഞാൻ മാക്സിമം ട്രൈ ചെയ്തെങ്കിലും ഫ്ലോപ്പ് ആയിപ്പോയി പകുതി. കാരണം പ്രഗ്നന്റ് ലേഡിയാണ്, എനിക്ക് ഒരുപാട് നേരം പിടിച്ചിരുത്താൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു ഇതുകൊണ്ട് അത് ഫ്ലോപ്പ് ആയി പോയിട്ട് ഞാൻ അവര് പറഞ്ഞു എന്നാലും കുറെ ആശ്വാസമായത്. പകുതി മാത്രമേ എനിക്ക് റിമൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പിന്നീട് ബാക്കി എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എനിക്ക് ഭയങ്കര വാശിയായി, എന്ത് ചെയ്യണം, ഇതിനെന്ത് കണ്ടുപിടിക്കണം എന്നുള്ളൊരിത്. അപ്പം എനിക്കുണ്ടല്ലോ 3 മക്കള്. അവർ സ്കൂളിൽ പോകുന്ന പിള്ളേർ പൊതുവെ പേനും കൊണ്ടാണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ അവരിൽ പരീക്ഷണം തുടങ്ങി, എന്തിട്ടാൽ ഇത് വരും എന്ന്. അപ്പൊ ഈ ഒരു പരീക്ഷണം നടക്കുന്നതിന്റെ ഇടയ്ക്ക് തന്നെ എനിക്ക് വേറൊരു കസ്റ്റമറും കൂടി വന്നു. അതായത് എൻ്റെ ഷോപ്പിൽ കളർ ചെയ്യാൻ വന്ന ഒരു കുട്ടിയുടെ കസിനായിരുന്നു. അപ്പം ആ കുട്ടി എന്ന് വെച്ചാൽ അതാണ് എൻ്റെ ഫസ്റ്റിലത്തെ ഫുള്ള് ക്ലിയർ ചെയ്തത് ഞാൻ. അപ്പം ആ കുട്ടി ഇതുകൊണ്ട് ഒരു 2-3 വർഷം കൊണ്ട് ബുദ്ധിമുട്ടുമായിരുന്നു. ഈ പേനും പേനാണെങ്കിൽ പിന്നെയും ഈ ഈരെന്ന് പറയുന്ന സാധനം മുടി മൊത്തം ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ്. വ്യത്യാസം എന്തുവാ? അതിന്റെ മുട്ടയല്ലേ? അത് ഫുള്ളായിട്ട് പൊതിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇവര് പേനെ കൊല്ലാൻ ഷാമ്പു ഇടും. അപ്പൊ പേൻ മാത്രമേ അവിടെ ചാവുന്നുള്ളൂ. പിന്നെ മുട്ട അവിടെ ഇരിക്കുകയാണ്. അത് വിരിഞ്ഞ് പിന്നെയും പേനാവുകയാണ്. അത് പിന്നെയും മുട്ട ഇടുകയാണ്. അങ്ങനെ മുടി ഫുള്ള്, അതായത് മുടി എന്ന് പറഞ്ഞ സാധനം തലയിൽ ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അത് കവർ ചെയ്തിരിക്കുവായിരുന്നു. വെള്ളപ്പൊടി പോലെ. വെള്ളപ്പൊടിയല്ല, ഈര് അജൻ കണ്ടിട്ടില്ലേ? കുഞ്ഞൊരു സാധനം, മുട്ട പോലത്തെ ആ സാധനം ഫുള്ളായിട്ട് ഒരു മുടി മൊത്തം കവർ ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ എന്റെ വീഡിയോസ് കാണുന്നില്ലേ, അതേപോലെ തന്നെ മൊത്തത്തിൽ കവർ ചെയ്തിരിക്കുന്ന സംഭവമാണ് ഈര്. അപ്പൊ ഇവര് ഫസ്റ്റ് ടൈം വന്നപ്പം ഒരു വിശ്വാസം ഉണ്ടായിരുന്നു റിമൂവ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക്. മൈനയ്ക്ക് ഞാൻ അവരെ കണ്ടില്ല. കാണാതെ ഞാൻ ഫോട്ടോ ചോദിച്ചായിരുന്നു. ഫോട്ടോ ചോദിക്കുമ്പോൾ എന്റെ ഇവിടെ പരീക്ഷണം നടക്കുകയാണ്, എന്ത് ചെയ്താൽ അത് പോകുമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഏകദേശം ഒരു 1.5 മാസം എടുത്ത് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ആ കസിന് മെസ്സേജ് അയച്ചു, ഓക്കെ വന്നോളായിരുന്നു. എന്നിട്ടും ഞാൻ ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ലല്ലോ, നമ്മൾ ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല. നേരിട്ട് കാണുമ്പോ സത്യത്തിൽ ആദ്യം പേടിച്ചു പോയി. പേടിച്ചു പോയെന്ന് പറഞ്ഞാല് ആദ്യമായിട്ടാണ് ഈ ഒരു അവസ്ഥ കാണുന്നതും. എനിക്കിത് ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു പേടിയായി പോയി. കാരണം പിള്ളേരുടെ തലയിലൊക്കെ അങ്ങും അല്ലേ, ഇതങ്ങനല്ല, മൊത്തം കവർ ചെയ്തിരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും പേടിച്ചു പോയി, എനിക്ക് പറ്റുമോ ഇല്ലെന്ന്. എന്നാലും ഞാനത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് വിട്ടപ്പോ ഉണ്ടല്ലോ, അവരുടെ മുഖത്തൊരു സന്തോഷം, ചിരി വന്ന്. ആ ചിരി എനിക്കങ്ങ് വേറി, നമുക്കൊരു ഇൻസ്പിറേഷൻ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ ആയിപ്പോയി. അപ്പൊ എനിക്ക് പിന്നെയും ഒരു ത്വര എന്നൊക്കെ പറയാം, ആ സംഭവം വന്ന് പിന്നെയും ആളുകളെ ഇങ്ങനെ ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ഒറ്റ വീഡിയോ എന്ന് വെച്ചാൽ ഒരു 1 വീക്കിനുള്ളിൽ 2 മില്യൺ ഒക്കെ അങ്ങ് അടിച്ചായിരുന്നു.
അപ്പം പിന്നെ കോള് വരാൻ തുടങ്ങി, എൻക്വയറി വരാൻ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലായത് ഇതുകൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ടെന്ന്. ഈ മൈനയുടെ ഏതൊരു വീഡിയോ എടുത്താൽ അതിൽ വരുന്ന ഒരു കമന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഉടായിപ്പ, അല്ലെങ്കിൽ ഇതിലൊക്കെ കെമിക്കൽ ഇല്ലേ, ഇതൊക്കെ മൈന റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നാളെ തലയ്ക്ക് വേറെ അസുഖങ്ങൾ വരത്തില്ലേ, ഇങ്ങനെയൊക്കെ പറയുന്നവരോട് എന്തോ പറയാനുള്ളത്? നമ്മൾ ഇതുവരെ വന്നിട്ടില്ല. അതായത് നമ്മൾ കെമിക്കൽ ഫ്രീ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് മൊത്തത്തിൽ. അതായത് ഈ ഇപ്പം കുറച്ച് പേരൊക്കെ തുടങ്ങിയിട്ടുണ്ട് അയണും കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അങ്ങനെയൊന്നും അല്ല, നമ്മൾ നാച്ചുറലി കോമ്പിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ, കോമ്പ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. ഈ മറ്റ് ഈ പറയുന്ന ട്രീറ്റ്മെന്റിലൂടെ ചെയ്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് മാറണമെന്നില്ലല്ലേ? മാറാത്തത് കൊണ്ട് തന്നെ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് റിട്ടേൺ. അത് മറ്റടുത്ത് പോയിട്ട് നമ്മുടെ തിരിച്ചു വരുന്നുണ്ട്. അതെന്ന് വെച്ചാല് ഏതോ ഒരു സ്ഥലത്ത് പോയിട്ട് മുടി നമ്മുടെ അയണറില്ലേ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്ന, അത് വെച്ചിട്ട് പിടിച്ചിട്ട് പൊട്ടിപ്പോയി മുടി പകുതിക്ക് വെച്ചിട്ട്. എന്നിട്ട് നമ്മുടെ അടുത്ത് വന്നായിരുന്നു. റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ക്ലിയർ ചെയ്ത് നമ്മൾ കൊടുത്തായിരുന്നു. ഈ മുടി കൊഴിച്ചില് അല്ലെങ്കിൽ പേന്, ഈര്, താരൻ ഇതൊക്കെ സംഭവിക്കുന്നത് എങ്ങനാ? ഈ താരനൊക്കെ എന്ന് പറയുന്നത് നമ്മള് ബേസിക്കായിട്ട് നമ്മുടെ തലയിൽ ഓയിലും കാര്യങ്ങളൊക്കെ തേച്ചിട്ട് നമ്മൾ വെളിയിലിറങ്ങത്തില്ലേ, വെളിയിലിറങ്ങുമ്പോൾ പൊടി കൂടുതലായിട്ട് നമ്മുടെ ഹെഡ് അബ്സോർവ് ചെയ്യും. എന്നിട്ട് അത് അഴുക്ക് പിടിച്ചിട്ട് ഫുള്ളായിട്ട് താരന് ഡാൻഡ്രഫ് ഒക്കെ ആയിട്ട് മാറും. പിന്നെ അതല്ലേ നമ്മുടെ ഡ്രൈ സ്കാലപ്പ് ഇല്ലേ, അത് കൂടുതൽ പേർക്ക് വരുന്നുണ്ട്. ഇങ്ങനെ മൊത്തത്തിൽ കണ്ടിട്ടുണ്ട്, ചെറിയ പൊടി പോലെ വരുന്ന താരനും ഉണ്ട്, അല്ലാതെ ഇങ്ങനെ പായൽ പോലെ ഇളകി വരത്തില്ലേ, 2-3 ടൈപ്പ് താരനുണ്ട്. ഏറ്റവും പേടിപ്പെടുത്തുന്ന താരൻ ഏതായിരിക്കും? അത് നല്ല ഈ സോറിയാസിസ് പോലെ വരുന്നുണ്ട് ചിലർക്ക്. അങ്ങനെ ഈ താരൻ എന്ന് പറയുന്ന സംഭവം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റത്തില്ല. അത് ആർക്കും മാറ്റാൻ പറ്റത്തില്ല മൊത്തത്തിൽ. ഇതിനകത്ത് ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ മൊത്തത്തിൽ മാറ്റി കൊടുക്കും. മാറ്റി കൊടുക്കാൻ പറ്റത്തില്ല. ഡാൻഡ്രഫ് എന്ന് പറയുന്ന സാധനം